അങ്ങനെ ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് തുടങ്ങിയാണ്. കാണാൻ വന്ന ആളെ നല്ല വെടിപ്പായിട്ട് കാണാൻ പറ്റി. അതിൽ നിന്നൊരു വലിയ ആശ്വാസം. മറ്റുള്ള കൂടുകളിൽ ആൾതാമസം ഉണ്ടായിരുന്നു, പക്ഷേ കൈയും കാലൊക്കെ കാണാൻ പറ്റിയുള്ളൂ. പണ്ട് മുതലേ ഇവറ്റകളെ പേടിയായോണ്ട് ഞാൻ ഒരുപാടൊന്നും അങ്ങോട്ട് നോക്കാൻ പോയി. ടിവിയിലോ ഫോണിലോ വന്നാൽ പോലും ഞാൻ കാണത്തില്ല. പിന്നെയാണ് ഇനി ഫ്രണ്ടിൽ പോയി കാണുന്നത്. എന്നെ കൊണ്ട് പറ്റത്തില്ലേ. ഞാൻ 10 പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അനോക്കോണ്ട ഇവിടെ കൊണ്ടുവരുന്നത്. സിനിമയെ കാണിച്ചതുപോലെ ക്ലാസ് പൊടിച്ച് പുറത്തു വരുമോ, മനുഷ്യരെ വിഴുങ്ങുമോ എന്നുള്ള പേടി എനിക്കും അപ്പോഴുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കോളേജ് കാലത്താണ് ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പാർക്കിലോട്ട് പോയി. അവന്മാരെ ആട്ടിയും കളിപ്പിച്ച് മാട്ടിയും കളിപ്പിച്ച് കുറെ സമയം അങ്ങനെ പോയി. പറ്റുന്നില്ല, എന്നാലും ഏന്തി വലിഞ്ഞ് എങ്ങനെയൊക്കെ കയറി. എത്ര നേരം വേണോ കളിക്കാൻ അവർക്കൊരു മടി. പക്ഷെ ഞങ്ങൾക്ക് മടിയാണ്. മരത്തണലിൽ കുറച്ചു നേരം ഇരുന്നു. അവിടെ ഇരുന്നപ്പോ അവിടത്തെ പുല്ല് പിഴുതു തുടങ്ങി. ഇനി അവിടെ ഇരുന്ന പുല്ല് പിഴുതതിന് പെറ്റിയടിക്കുമെന്ന് മനസ്സിലായപ്പോ ഞാൻ അവിടെ നിന്ന് ഇത് കാണാൻ മാവേലിയുടെ കുട പോലെ എനിക്ക് എങ്ങനെ തോന്നി, നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പുല്ല് വേണ്ട, എനിക്ക് മണ്ണ് മതി. അങ്ങനെ മണ്ണുകൾ കൊട്ടാരം കണ്ടപ്പോ എനിക്ക് അങ്ങോട്ട് കളിച്ചോണ്ടോനെയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോയ സ്പീഡിൽ തന്നെ തിരിച്ച് ഇങ്ങോട്ട് പോകും. വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പൂക്കൾ പറിക്കരുത്, ഇവിടെ തുടരുത്, അവിടെ തുടരുത്. ഈ പറഞ്ഞെടുത്ത് തന്നെ അവന്മാരെ തൊട്ടു. അങ്ങനെ മ്യൂസിയത്തിന് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കളിച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അതുകൊണ്ട് ഒരു ഷാർജ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. ഇത്രയേ ഉള്ളൂ.